തിരുവിതാംകൂറിൻ്റെ ജയിലായിട്ട് മാറുന്നുണ്ടായിരുന്നു. തിരുവിതാംകൂറിൻ്റെ ജയിലായിരുന്നു. 1887 വരെ തിരുവിതാംകൂറിൻ്റെ ജയിലായിരുന്നു. 87-ലാണ് ജയിൽ പൂജപ്പുരയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ തിരുവിതാംകൂറിൻ്റെ രേഖകൾ സൂക്ഷിച്ചിരുന്നത് സെക്രട്ടേറിയറ്റ് അജൂർ കച്ചേരി എന്ന് പറയും. ആ സെക്രട്ടേറിയറ്റിലായിരുന്നു. അവിടെ നിന്ന് ആ രേഖകളെല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടാനുണ്ടായിരുന്നു. അപ്പോൾ ഈ മ്യൂസിയം തുടങ്ങിയത് ഏതാണ്ട് 2022 ഡിസംബർ 22-ലാണ്. അതായത് 1.5 നൂറ്റാണ്ട് മുമ്പ് ലക്ഷങ്ങളില്ലാതിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ സംസ്കരിച്ച പനയോലയിലായിരുന്നു രേഖപ്പെടുത്തലുകളൊക്കെ നടത്തിയത്. ആ പനയോലയാണ് നമ്മളിവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം 8 ഗ്യാലറിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഗ്യാലറിയാണ് ഹിസ്റ്ററി ഓഫ് റൈറ്റിംഗ്സ് എന്നുള്ളത്. സെക്കൻഡ് ലാൻഡ് ആൻഡ് പീപ്പിൾ, തേർഡ് അഡ്മിനിസ്ട്രേഷൻ, ഫോർത്ത് വാർ ആൻഡ് പീസ്, ഫിഫ്ത്ത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, സിക്സ് എക്കോണമി, സെവൻത് ആർട്ട് ആൻഡ് കൾച്ചർ, എയ്റ്റ് ആൻഡ് ലാസ്റ്റ് മതിൽ. മതിലിൻ്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തിരുവിതാംകൂറിൻ്റെ ജയിലായിട്ട് മാറുന്നുണ്ട്. മതിൽ ഡീപ്പൻലി ഇതെന്ന് വെച്ചാൽ ജയിലായിരുന്നു. മലയാള യൂണിറ്റി 87 വരെ തിരുവിതാംകൂറിൻ്റെ ജയിലായിരുന്നു. 87-ലാണ് ജയിൽ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്ത് തിരുവിതാംകൂറിൻ്റെ രേഖകൾ സൂക്ഷിച്ചിരുന്നത് സെക്രട്ടേറിയറ്റ് അജൂർ കച്ചേരി ആ സെക്രട്ടേറിയറ്റിലായിരുന്നു. അവിടെ നിന്ന് ആ രേഖകളെല്ലാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടാനുണ്ടായിരുന്നു. അപ്പോൾ ഈ മ്യൂസിയം തുടങ്ങിയത് ഏതാണ്ട് 2022 ഡിസംബർ 22-ലാണ്. അതായത് 1.5 നൂറ്റാണ്ട് മുമ്പ് ലക്ഷങ്ങളില്ലാതിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ സംസ്കരിച്ച പനയോലയിലായിരുന്നു രേഖപ്പെടുത്തലുകളൊക്കെ നടത്തിയത്. ആ പനയോലയാണ് നമ്മളിവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം 8 ഗ്യാലറിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഗ്യാലറിയാണ് ഹിസ്റ്ററി ഓഫ് റൈറ്റിംഗ്സ്, സെക്കൻഡ് ലാൻഡ് ആൻഡ് പീപ്പിൾ, തേർഡ് അഡ്മിനിസ്ട്രേഷൻ, ഫോർത്ത് വാർ ആൻഡ് പീസ്, ഫിഫ്ത്ത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, സിക്സ് എക്കോണമി, സെവൻത് ആർട്ട് ആൻഡ് കൾച്ചർ, എയ്റ്റ് ആൻഡ് ലാസ്റ്റ് മതിലിൻ്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടതാണ്. മതിലിൻ്റെ രേഖകൾ സൂക്ഷിച്ചിരുന്നത് സെക്രട്ടേറിയറ്റ് എന്ന് വെച്ചാൽ മലയാള ലിപി ഫോം ചെയ്തിരുന്നതും ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പ്രതലങ്ങളും അവ സംസ്കരിച്ചെടുക്കുന്ന രീതികളും ഇപ്പോൾ സംരക്ഷിക്കുന്ന രീതികളും അവ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ബോക്സുകളും അത് സംബന്ധിച്ചുള്ള രേഖപ്പെടുത്തലുകളും ഒക്കെയാണ് നമ്മൾ